അപ്പോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യൻ റിവേഴ്സ് ആൻഡ് ദർ ഒറിജിൻസ് ആണ്. അതെങ്ങനെ മെമ്മറി ട്രിക്കിലൂടെ കണക്ട് ചെയ്ത് വെക്കാം എന്നുള്ളതിന്റെ പാർട്ട് 1 വീഡിയോ ആണ്. സത്യമാണ് ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ടിബറ്റിലെ ചെമയുങ്ടുങ് ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെമയുങ്ടുങ് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെമയുങ്ടുങ്ങിൽ നിന്ന് നമുക്ക് ചുമയുണ്ടോ എന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലേ? ചുമയുണ്ടോ എന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റില്ലേ? ചുമ വന്നു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഒരു കപ്പ് സിറപ്പാണ് ബ്രഹ്മി കപ്പ് സിറപ്പ് എന്ന് ആലോചിച്ചിരിക്കുക. ബ്രഹ്മി കപ്പ് സിറപ്പിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ബ്രഹ്മപുത്ര എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മപുത്രയും ചെമയുണ്ടെന്നും നമുക്ക് കോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ശേഷം ചുമയുള്ള സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ത്രോട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ടീ കുടിക്കത്തില്ലേ? ആ ടീ കൂടി കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടിബറ്റ് ആന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മപുത്ര എന്ന് പറയുന്നത് ടിബറ്റിലെ ചെമയുങ്ടുങ് ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. അടുത്താണ് ഗംഗ. ഗംഗ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. അതേപോലെ യമുന എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേഷ്യറിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഈ ഗംഗ എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഗംഗോത്രി എന്നുള്ള ഉത്തരം കിട്ടും. യമുന എന്ന് കണ്ടാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? യമുനോത്രി എന്നുള്ള ഉത്തരം കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗംഗ ആൻഡ് യമുന കണ്ടാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? ഉത്തരം കിട്ടും. അപ്പൊ കണ്ടാൽ ഉത്തരം എന്നുള്ളതിൽ നിന്ന് നമുക്ക് എന്ത് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും? ഉത്തരാഖണ്ഡ് എന്ന് കണക്ട് ചെയ്ത് വെക്കാൻ പറ്റൂലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗംഗ എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേഷ്യറിൽ നിന്നും യമുന എന്ന് പറയുന്നത് ഉത്തരാഖണ്ഡിലെ യമുനോത്രി ഗ്ലേഷ്യർ ആണ്. നമുക്ക് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. കൃഷ്ണ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഇതെങ്ങനെ കണക്ട് ചെയ്ത് വെക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് മഹാബലവാൻ കൃഷ്ണൻ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി. മഹാബലവാൻ കൃഷ്ണൻ എന്ന് കണക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മഹാബലവാനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മഹാബലേശ്വർ എന്ന് കിട്ടും. അതേപോലെ മഹയിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? മഹാരാഷ്ട്ര എന്ന് കിട്ടും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. എന്ത്? കൃഷ്ണ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. ഗോദാവരി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. ഗോദാവരിയിലെ ഗോഡിനെ കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ത്രയംബകേശ്വരിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഈശ്വർ എന്ന് കിട്ടത്തില്ലേ? ഈശ്വരൻ എന്ന് കിട്ടത്തില്ലേ? ഒന്നില്ലെങ്കിൽ നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗോഡ് തന്നെ പിടിച്ചു കഴിഞ്ഞാല് ത്രയംബകേശ്വരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ലോർഡ് ശിവനെ പറയുന്ന മറ്റൊരു പേരാണ് കേട്ടോ ത്രയംബകേശ്വരൻ. അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചാല് ഗോദാവരി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ ത്രയംബകേശ്വരിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ്. നമുക്ക് ഈസിലി കണക്ട് ചെയ്തെടുക്കാൻ പറ്റും.